എന്ത് പറ്റി? ഡോക്ടർ നിങ്ങൾക്ക് ചുമ? ആർക്കാണ് ചുമ? ആ കുട്ടി ഇരിക്കട്ടെ. പനി ഉണ്ടോ? പനിയുണ്ട് ഡോക്ടറെ. വേറെ തണുത്ത എന്തെങ്കിലും കഴിച്ചിരുന്നോ? കഴിച്ചിട്ടൊന്നുമില്ല. എന്നാലേ ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ, പരിശോധിക്കട്ടെ. ഡോക്ടറെ തലവേദന ഉണ്ട്, അതേപോലെ നല്ല ചുമ, ഒരു സുഖമില്ല, ഉറങ്ങാനൊന്നും പറ്റുന്നില്ല, ഒരു സമാധാനം ഇല്ല. ശ്വാസം വലിക്ക്, സൗണ്ട് കുറക്കി കേട്ടോ. ശ്വാസം വലിച്ച് നോക്കട്ടെ. വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ ഡോക്ടറെ? ഇല്ല ഡോക്ടറെ നാവിന്റെ നീളം കുറക്കാൻ എന്തെങ്കിലും മരുന്നുണ്ടോ? 3 ദിവസത്തിന് ഞാൻ മരുന്ന് എഴുതാം കേട്ടോ. നാവിന് നീളം കുറക്കല്ല? അതിനുള്ളതല്ല, ചുമക്കുള്ള മരുന്ന് എഴുതാം കേട്ടോ. ഇതേപോലെ എന്റെ കുട്ടിക്കും ഉണ്ട് ചുമയും കഫക്കെട്ടൊക്കെ. എന്റെ കുട്ടിക്കുണ്ട് മരുന്നും കൂടെ ഒന്ന് എഴുതുവോ? കുട്ടിക്കുള്ള മരുന്ന് ഇതിന്റെ കൂടെ എഴുതാൻ പറ്റൂല. കുട്ടീനെ നമ്മൾ എന്തായാലും കണ്ട് പരിശോധിക്കണ്ടേ, എന്നിട്ട് വേണം കുട്ടിക്കുള്ള മരുന്ന് എടുക്കാൻ. അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ അതിലാണ്ട് എഴുതിക്കാളി. എല്ലാ ഡോക്ടർ മുപ്പർക്കാരെ എന്താ ചെയ്യണം, മുപ്പർ ചെയ്തോളൂ. തൊള്ളടക്കിരിക്ക്. അതെന്താ അറിയോ, കുട്ടികൾക്കൊന്നും ഇപ്പം അങ്ങനെ വെറുതെ നമുക്ക് മരുന്ന് കൊടുക്കാൻ പറ്റില്ല. നിങ്ങളിപ്പോൾ കേട്ടില്ലേ, നമ്മളെ രാജസ്ഥാനിലൊക്കെ അവിടെ 10 കുട്ടികളെടുത്ത് 10 കുട്ടികളെ കൂടുതൽ ഇപ്പം കഫ് സിറപ്പ് പിടിച്ചൊക്കെ മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത വന്നിട്ടുണ്ടായിരുന്നല്ലോ, നിങ്ങൾ അറിഞ്ഞില്ലായിരുന്നോ? ഇപ്പോൾ രാജസ്ഥാനിലും മധ്യപ്രദേശിലൊക്കെ ഉണ്ടായത് എന്താ വെച്ചാൽ കോൾഡ്രിഫ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട്. അതിൻ്റെ മരുന്നുകൾക്കാണ് പ്രശ്നം വന്നിട്ടുള്ളത്. അതെന്ന് പറഞ്ഞാൽ അതിൽ ഡെക്സ്ട്രോമെതോർഫൻ എന്ന് പറഞ്ഞൊരു കണ്ടന്റ് ഉണ്ട്. ഈ കണ്ടന്റ് ഒരു കഫ് സപ്രസൻ എന്നൊക്കെ പറയും. നമ്മൾ ബ്രെയിനിൽ പോയിട്ട് ചുമ കുറയ്ക്കുന്നൊരു സാധനമാണ്. അപ്പോൾ അങ്ങനെ കണ്ടന്റ് ഉള്ളതിന് മുന്നേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് കുട്ടികൾക്ക് പ്രശ്നം വന്നിട്ടുള്ളത്. അപ്പം ഇന്ത്യൻ പീഡിയാട്രിക് അസോസിയേഷൻ്റെ ഇതിൽ വരുന്ന അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കുട്ടികൾക്ക് എങ്ങനെ മരുന്ന് കൊടുക്കുക എന്നുള്ളതിനെ പറ്റിയിട്ട്. അപ്പോൾ അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഒരിക്കലും 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഒരു FDC എന്ന് പറയും, ഫിക്സഡ് ഡ്രഗ് കോമ്പിനേഷൻ, അതായത് 2 അതിൽ കൂടുതലോ കോമ്പിനേഷനുള്ള മരുന്നുകൾ ഉണ്ടാവും. അങ്ങനത്തെ ചുമയുടെ അല്ലെങ്കിൽ ജലദോഷത്തിൻ്റെ മരുന്നുകൾ ഒരിക്കലും കുട്ടികൾക്ക് കൊടുക്കരുത്. അതുപോലെ 6 മാസത്തിന് മുകളിലുള്ള കുട്ടികൾക്ക് മാത്രമേ ജലദോഷത്തിൻ്റെ അല്ലെങ്കിൽ ചുമത്തിൻ്റെ മരുന്ന് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അത് തന്നെ ഒറ്റ മരുന്നായിട്ടുള്ള മരുന്നുകൾ ഉണ്ടാവും. ഇപ്പം ഈ സിട്രസിൻ, ലിവോസിട്രസിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ് മരുന്നുണ്ടാവും. 2 3 ഒക്കെ കൂടിയിട്ടുള്ള നമുക്ക് കിട്ടും. അങ്ങനത്തെ കൊടുക്കരുത്. അത് 6 മാസത്തിന് മുകളിൽ വേണം അങ്ങനത്തെ കൊടുക്കാൻ. ഇപ്പം 6 മാസത്തിന് താഴെയുള്ള കുട്ടിയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്ന് നെബുലൈസ് ചെയ്യാന്ന് പറയില്ല, ആവി പിടിപ്പിക്കുക. അങ്ങനെ 3 പറഞ്ഞ മരുന്നുണ്ട്, അതൊക്കെ വെച്ചിട്ട് ആവി പിടിപ്പിക്കുക. അല്ലെങ്കിൽ സാധാരണ നമ്മളെ ഡ്രോപ്പ് ഉണ്ടാവില്ല, സലൈൻ്റെ നെയ്സൽ ഡ്രോപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അതൊക്കെ ജലദോഷത്തിന് നമ്മൾ ഉറ്റിച്ച് കൊടുക്കുന്ന മരുന്നുകൾ. അങ്ങനെ ഡ്രോപ്പ് ഉപയോഗിക്കുകയൊക്കെ ചെയ്താൽ തന്നെ കഫം പുറത്തേക്ക് വരും. പിന്നെ എന്താ വെച്ചാൽ, ഒരു ചെറിയ കുട്ടിയൊക്കെ ആണെങ്കിൽ 6 മാസത്തിൽ താഴെയൊക്കെ ആണെങ്കിൽ നമ്മൾ ശരിക്കും ചെയ്യേണ്ട എന്താ വെച്ചാൽ, കുട്ടികളാകുമ്പോൾ കറക്റ്റ് അവർക്ക് റെസ്റ്റ് കൊടുക്കുക കുട്ടികളെ നല്ലോണം. പിന്നെ വെള്ളമൊക്കെ കുടിപ്പിച്ച് ഹൈഡ്രേറ്റ് ചെയ്യിക്കുക. പിന്നെ കുട്ടികളെ കാര്യങ്ങൾ കറക്റ്റ് നോക്കി നമ്മൾ അടുത്ത് ഉണ്ടാവുക. കുട്ടികൾ ഓടിക്കളിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ കുട്ടികളെ ഈ ജലദോഷം ഉണ്ടാകുന്ന ടൈമിൽ ട്രിപ്പിനോ അതിനൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് കൂടും. അതൊക്കെ മാക്സിമം കുറച്ചാൽ തന്നെ പകുതി കാര്യങ്ങൾ പറയും. അതേപോലെ തന്നെ പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഇത് മരുന്ന് കൊടുക്കുന്നതിന് പകരം ഇൻഹൈലർ ആക്കി ഉപയോഗിച്ചാൽ നല്ല കുറവുണ്ടാവും. അപ്പോൾ ചിലർ പേടി ഇൻഹൈലർ ഉപയോഗിച്ചാൽ ഇങ്ങനെ അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെയൊന്നുമില്ല. ഇൻഹൈലർ ഒന്നും കൂടി സേഫാണ്. മരുന്ന് നമ്മൾ ഉള്ളിലേക്ക് എടുക്കണേക്കാളും ഇൻഹെയിൽ ചെയ്യുമ്പോൾ ഒന്നും കൂടി ആ എഫക്റ്റ് അത്ര ലോക്കലി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊന്നും കൂടി നമുക്ക് സേഫാണ്. ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ചുമൻ്റെ മരുന്ന് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഒരിക്കലും ഒരു ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഒരു പീഡിയാട്രിഷ്യൻ്റെ കുട്ടികളുടെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നിങ്ങൾ ഒരിക്കലും ഒരു മരുന്ന് കുട്ടികൾക്ക് കൊടുക്കരുത്. ഒറ്റ മരുന്ന്, ഒരു മരുന്നും ഒരു 12 വയസ്സിന് താഴെ എന്ന് പറഞ്ഞ് ഗവൺമെൻറ് ഇപ്പോൾ ഇത് ഇറക്കിയിട്ടുണ്ട്. 12 വയസ്സിന് നല്ല എപ്പോഴാണെങ്കിലും കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുമ്പോൾ ഒരിക്കലും ഒരു ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ വാങ്ങിയിട്ടോ നിങ്ങളൊരു ഇതിലോ കൊടുക്കാൻ പാടില്ല. അതുപോലെ ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരു പ്രാവശ്യം എഴുതിയ മരുന്നുണ്ടാവില്ല ഡോക്ടറെ കാണിച്ച്, ആ പ്രിസ്ക്രിപ്ഷൻ വെച്ച് പിന്നെ ഒരിക്കലും മരുന്ന് വാങ്ങി കൊടുക്കുകയും ചെയ്യരുത്. നിങ്ങളാണ് പെരേക്ക് വരി, ഞാൻ തരട്ടാ.